അസ്സലാമലൈക്കും. നമ്മുടെ ഹൈപ്പർ മാർക്കറ്റും സൂപ്പർ മാർക്കറ്റും ഇനിയൊരു കഫ്റ്റീരിയ ആണെങ്കിൽ പോലും നമ്മുടെ ബിസിനസ് ഏതുമാട്ടെ, ചെറുതാവട്ടെ വലുതാവട്ടെ, നമ്മുടെ കസ്റ്റമർ സർവീസ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. നിങ്ങളുടെ സർവീസ് ഏത് രൂപത്തിലാണോ അതുപോലെയാണ് ആ കസ്റ്റമർ നിങ്ങളുടെ ഒരു സ്ഥിരം കസ്റ്റമറായി മാറുന്നത്. നിങ്ങൾ ഓഫറുകൾ കൊടുക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ നല്ല പ്രൈസുകൾ കൊടുക്കുന്നുണ്ടാവും. അതോടൊപ്പം തന്നെ നമ്മൾ സർവീസും കൂടെ നോക്കിയിട്ടാണ് ആ ഒരു കസ്റ്റമർ നാളെയും അവിടെ വരുന്നത്. ഇപ്പോൾ നമ്മൾ ഹൈപ്പർ മാർക്കറ്റിലൊക്കെ ആണെങ്കിൽ നമുക്കറിയാം, ഫിഷ്, ബുച്ചറി, സ്പൈസസ്, റോസ്റ്ററി, ഈവൻ ക്യാഷ് കൗണ്ടർ, അങ്ങനെയുള്ള സെക്ഷനിലൊക്കെ നിൽക്കുന്ന ആളുകൾ നമുക്കറിയാം. അവരൊക്കെ കസ്റ്റമേഴ്സുമായിട്ട് ഡയറക്റ്റ്ലി ഡീൽ ചെയ്യുന്ന ആളുകളാണ്. എന്നുവെച്ചാൽ കസ്റ്റമറുടെ റിക്വസ്റ്റിനനുസരിച്ച് അല്ലെങ്കിൽ അവർക്ക് ആവശ്യമുള്ള സംഗതികൾ അവരുമായിട്ട് സംസാരിച്ചുകൊണ്ട് അവർക്ക് വേണ്ട ഈവൻ ഒരു ബിസിനസ്സിനപ്പുറത്തേക്ക് കസ്റ്റമേഴ്സ് നല്ല രീതിയിൽ കൂടെ സംസാരിക്കാം, അവർക്ക് വേണ്ട നല്ല സർവീസുകൾ കൊടുക്കാം, നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ കൊടുക്കാം. നമുക്കറിയാം, കസ്റ്റമേഴ്സിന്റെ റിക്വസ്റ്റിനനുസരിച്ച് പലപ്പോഴും അവർ ഏതറ്റം വരെയും പോയിട്ട് പല സംഗതി, ഇവള് ചെറിയ സംഗതി ആണെങ്കിൽ പോലും അത് ഏതറ്റം വരെയും പോയിട്ട് അത് ചെയ്തു കൊടുക്കുന്ന ആളുകൾ നമുക്കറിയാം. അതേപോലെ തന്നെ ചെറിയൊരു സംഗതി ചെയ്യാതിരിക്കാൻ വേണ്ടി മുടന്ത ന്യായങ്ങൾ പറയുന്ന സ്റ്റാഫിനെ നമുക്കറിയാം. അപ്പൊ ഇത്തരം മേഖലയിലുള്ള ആളുകളൊക്കെ തന്നെ അവരുടെ ക്യാരക്ടർ എന്ന് പറയുന്നത് വലിയ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അപ്പോൾ അത്തരം മേഖലയിൽ നല്ല നല്ല സർവീസുകൾ നമുക്ക് കൊടുത്താൽ നമുക്ക് സ്ഥിരമായിട്ടുള്ള ഒരുപാട് കസ്റ്റമേഴ്സിനെ നമുക്ക് നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റും.